علموا أولادكم ثلاث خصال محبتي وحب أهل بيتي. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട മൂന്നാമത്തെ വിഷയമായി പറഞ്ഞു ഖിറാഅത്തുൽ ഖുർആൻ. മക്കൾക്ക് ഖുർആൻ ഓതാൻ നിങ്ങൾ പഠിപ്പിക്കണേ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ഒരു പഠനമാണ് പരിശുദ്ധമായ ഖുർആനിന്റെ പഠനം. ഖുർആൻ ഓതാൻ വേണ്ടി പഠിക്കും. ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ ഓതാൻ പഠിക്കുക, അത് പഠിപ്പിക്കുക നമ്മുടെ മക്കൾ. അത് ആ പഠിപ്പിക്കേണ്ട പ്രായം ചെറിയ പ്രായമാണ്. ചെറിയ ആ കുരുന്നു ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു പരിചയം കിട്ടിപ്പോയാൽ പിന്നെ മരണം വരെ ആ മക്കള് ഖുർആൻ ഓതുന്ന മക്കളാണ്. അപ്പോ ആ ഖുർആനെ പഠിപ്പിക്കാൻ നമുക്ക് കുറച്ച് പ്രയാസമായത് കൊണ്ടാണ് നമ്മുടെ മഹത്തുക്കളായ ആലിമീങ്ങളൊക്കെ ഒരു മദ്രസ എന്നൊരു സംവിധാനം ഇവിടെ കൊണ്ടുവരും. നമുക്കെല്ലാം പഠിപ്പിക്കാൻ കഴിയും, ചിലപ്പോൾ ഖുർആൻ പഠിപ്പിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. ഓരോ ഉമ്മമാർക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, ഓരോ ഉപ്പമാർക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, ഒരാൾക്ക് ഖുർആൻ ഓതാൻ അറിയും. പക്ഷെ അതിന്റെ ആ ഒരു തജ്വീദ് പോലെ ആ ഖുർആൻ ഓതേണ്ട വറത്തിൽ ഖുർആന തർത്തീല എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ നിയമപ്രകാരം ഓതാൻ നമുക്ക് ചിലപ്പോ പ്രയാസമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നാം നമ്മുടെ മക്കള്, നമ്മുടെ മാത്തുക്കള് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന ആ മദ്രസ എന്ന് പറയുന്ന വലിയ സ്ഥാനത്തിലേക്ക് നാം അയക്കണം. ശരി, ആ മക്കൾ വന്നിട്ട് എന്താ ചെയ്യുന്നത്? മദ്രസയിൽ 1ാം ക്ലാസ്സിൽ എന്താ ചെയ്യുന്നത്? ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് സഹായകമാകുന്ന അതിന്റെ ആ അക്ഷരങ്ങൾ ഇങ്ങനെ പഠിക്കണം. അലിഫ്, വാവ്, താവ്, ദാവ്, അല്ലെ, ഓരോന്നിങ്ങനെ പഠിച്ചിട്ട് മാഷാ അല്ലാഹ് അങ്ങനെ അതിങ്ങനെ അദബ് പഠിച്ചു, ആ പഠിച്ചു, ഇവറും പഠിച്ചു, ഈ പഠിച്ചു, ഉറവും പഠിച്ചു, ഊ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മക്കള് അലിഫും വാവും ആ ഈ ഓ ഇതൊക്കെയും ഇങ്ങനെ ഓരോന്നായി പഠിച്ച് 1ാം ക്ലാസ്സിൽ മുഴുവനും അക്ഷരങ്ങൾ എട്ടപ്പോയപ്പോ 2ാം ക്ലാസ്സിൽ നമ്മുടെ ആ മക്കൾക്ക് വേണ്ടി ചെറിയ ഒരു 30 ജുസുള്ള മുസാഫ് എന്നല്ല, 1 ജുസുള്ള ഒരു മുസാഫ് നമ്മുടെ മക്കള് കയ്യിൽ ഏൽപ്പിക്കുകയാണ് 2ാം ക്ലാസ്സിൽ. എന്താ ചെയ്യുന്നത്? മക്കളിങ്ങനെ ആ 1ാം ക്ലാസ്സിൽ പഠിച്ച അക്ഷരങ്ങൾ ഇങ്ങനെ ഓർത്തിട്ട് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ നോക്കിയിട്ട് ഇങ്ങനെ ഓതാൻ തുടങ്ങി. എന്തൊരു സന്തോഷം! നമ്മുടെ മക്കൾ തന്നെ മദ്രസ പോയിട്ട് ഏതെങ്കിലും ഒരു ഖുർആനിന്റെ ഒരു സൂറത്ത് ഓതി പഠിച്ച് നമ്മുടെ വീട്ടിൽ വന്നിട്ട് അത് ഓതുന്നുണ്ടെങ്കിൽ ഉപ്പമാരുടെ സന്തോഷം അപാരമാണ്. പക്ഷെ ഈമാനുമാണ്. ആ ഒരു സന്തോഷം ആസ്വദിക്കാന് ഖൽബിൽ ഈമാനുമാണ്. ഈമാനുള്ള ഉപ്പമാർക്കും ഈമാനുള്ള ഉമ്മമാർക്കും നമ്മുടെ മക്കളും ഇങ്ങനെ ഓതുമ്പോ അത് വലിയ സന്തോഷമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ചത് എന്താണ്? മദ്രസ എന്ന് പറയുന്ന ആ വലിയൊരു പ്രസ്ഥാനാണ്. ചെറിയ വിഷയമൊന്നുമല്ല. നമ്മളിന്നിപ്പോ ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നമ്മുടെ മദ്രസയാണ്, അല്ലെ? അല്ലാതെ പറയാൻ പറ്റുമോ? നമുക്ക് അലിഫ് പഠിപ്പിച്ചു തന്നത് നമ്മുടെ നൂറുടയാണ്, നമുക്ക് വാറ് പഠിപ്പിച്ചു തന്നത് നമ്മുടെ മദ്രസയാണ്. അപ്പൊ അതുകൊണ്ട് മദ്രസയെ പഠിക്കുമ്പോ മറക്കാൻ പറ്റൂല. നമ്മുടെ ഓരോരുത്തരും നമുക്ക് ജീവിതത്തിൽ എന്തും എപ്പോ വേണമെങ്കിലും പഠിക്കാം. നിസ്കാരം അത് എപ്പോ 50 വയസ്സാകുമ്പോൾ പഠിക്കാൻ പറ്റും. നിസ്കാരം എല്ലാം പഠിക്കാൻ പറ്റും. പക്ഷേ ഖുർആൻ ഓതാൻ അത് ചെറിയ പ്രായത്തിൽ പഠിച്ചാലേ ഓതാൻ പറ്റൂ. ഇപ്പൊ നമുക്ക് ഖുർആൻ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താലും അത് ഉള്ളിൽ കയറൂല. ഉള്ളിൽ കയറൂല. അത് ചെറിയ തന്നെ പഠിക്കണം. അലിഫും ബാവും താവും താവും ഇങ്ങനെ പഠിച്ചത്. അതുകൊണ്ടാണ് കുറെ ഉപ്പമാര് 1ാം ക്ലാസ് തന്നെ ആയിട്ട് മക്കൾക്ക് അക്ഷരത്തിന്റെ പരിജ്ഞാനം വന്നില്ലെങ്കിൽ ഉസ്താദിനോട് ഉസ്താദെ എന്റെ മോനെ 1ൽ തന്നെ ഇരിക്കേണ്ടിക്കൊണ്ടോ. കാരണം 2ന് പോയാ പിന്നെ പോയി. അക്ഷരം പഠിക്കാതെ 2ാം ക്ലാസ്സിൽ കയറിയാല് പിന്നെ ഇങ്ങനെ പോകുന്നല്ലാതെ ഖുർആൻ എന്താണെന്ന് കുട്ടിക്കറിയില്ല. അതിന്റെ ഫൗണ്ടേഷൻ അത് ഇട്ടുകൊടുക്കേണ്ട സ്ഥലം 1ാം ക്ലാസ്സാണ്.
അതിങ്ങനെ അക്ഷരങ്ങൾ 29 അക്ഷരങ്ങൾ നല്ല സെറ്റപ്പായിട്ട് അതിന്റെ ഫത്തും ഗസറും അതുപോലെ ശബ്ദവും തൻവീനും എല്ലാം പഠിച്ചാൽ ആ മക്കള് പിന്നെ മാഷാ അല്ലാഹ് 2ാം ക്ലാസ് ആവുമ്പോ അവരെന്നെ ഖുർആൻ ഇങ്ങനെ നോക്കിയിട്ട് ഓതാൻ തുടങ്ങും. അതെന്താ, ഖുർആൻ അത്ര അക്ഷരമുള്ളൂ. തുടക്കം മുതൽ അവസാനം നോക്കിയാൽ 29 അക്ഷരത്തിന് 30ാമത്തെ അക്ഷരമില്ല. അതല്ല, അക്ഷര സ്റ്റഡി ആയാൽ എല്ലാ മക്കളും ഇങ്ങനെ നോക്കി ഓതാൻ തുടങ്ങും. വലിയ ബർക്കത്താണ്. ഞമ്മ മനസ്സിലാക്കിയത് പോലെ ആ ഒരു ബർക്കത്ത് നഷ്ടപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ, കൊറോണന്റെ കാലം. ഇപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞോ ഇല്ല, അത് വേറെ വിഷയമാണ്. ഇവിടെ മക്കൾ വന്നിട്ട് മദ്രസയിൽ ആദ്യം ചെയ്യുന്നത് എന്താ? 2ാം ക്ലാസ്, 3ാം ക്ലാസ്, 4ാം ക്ലാസ്, 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ് വരെ മദ്രസയിൽ വന്നിട്ട് ആദ്യമായി മക്കൾ ചെയ്യുന്നത് ഖുർആൻ പിടിച്ച് ഓതലാണ്. ആ 100 കണക്കിലുള്ള മക്കൾ ഓരോ ക്ലാസ്സിൽ ഇങ്ങനെ ഖുർആൻ ഓതുമ്പോ അതിന്റെ ബർക്കത്ത് നമ്മുടെ നാട് മുഴുവൻ എത്തുന്നു. എത്ര റഹ്മത്തിന്റെ മാലാഖന്മാരും ആ ഖുർആൻ മക്കളുടെ ഖുർആൻ ഓർത്ത് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ അന്തരീക്ഷത്തിൽ ചുറ്റിക്കളിക്കാണ്. നാം പൊട്ടന്മാരായതുകൊണ്ട് നമ്മുടെ കണ്ണുകൊണ്ട് മലക്കുകളെ കാണാൻ പറ്റാത്തത് കൊണ്ട് നമുക്കത് അറിയുന്നില്ല. പക്ഷെ ആ ഒരു സൗന്ദര്യവും ആ ഒരു സന്തോഷവും നഷ്ടപ്പെട്ട കാലായിരുന്നു കൊറോണന്റെ കാലം. മദ്രസയില്ല, മക്കള് വീട്ടിൽ വെച്ച് ഖുർആൻ ഓതുന്ന ഒരു നിലപാടുമില്ല. ഖുർആൻ തീരെ നിന്നുപോയി. അങ്ങനത്തെ ഒരു കാലായിരുന്നു. പക്ഷെ അതൊന്നും അല്ല. ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഖുർആൻ, അതിന്റെ സന്തോഷം ആസ്വദിക്കാൻ കഴിഞ്ഞ ആളുകൾക്ക് ആസ്വദിക്കാൻ പറ്റൂ. മഹാനായ സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം ഒരു ദിവസം ഇങ്ങനെ ഒരു ഖബർസ്ഥാനിലൂടെ നടന്നു പോകുമ്പോ ഒരു ഖബറിന്റെ ഉള്ളിൽ ഒരു മനുഷ്യനെ വളരെ ശക്തമായി ശിക്ഷിക്കപ്പെടുന്ന കാഴ്ച ഈസാ നബി അലൈഹിസ്സലാം കാണുകയാണ്. അവരുടെ കണ്ണങ്ങനെയാണ്. അല്ലാഹു അവരുടെ കണ്ണിന്റെ പവർ കൊടുത്തു. അവർ പലതും കാണുന്നുണ്ട്. പ്രവാചകന്മാർ അങ്ങനെയാണ്, ഔലിയാക്കൾ അങ്ങനെയാണ്. ഇതുപോലെ ഇവിടെ ഇരുന്നിട്ട് മക്കയിൽ നടക്കുന്ന എന്താണെന്ന് കാണാൻ പറ്റും. ഇവിടെ ഇരുന്നിട്ട് മക്കയിൽ നടക്കുന്ന എന്താണെന്ന് കാണാൻ പറ്റും. അതല്ലേ മദനി തങ്ങളുടെ ചരിത്രം പറയുന്നത്. മദനി തങ്ങളുടെ ചരിത്രം, സെയ്ദ് മദനി തങ്ങളുടെ ചരിത്രം എന്താ? അതിന്റെ അടുത്ത് ഇങ്ങനെ ഉതെടുത്തുകൊണ്ടിരിക്കുമ്പോ ആളുകളൊക്കെ ഉണ്ട്. അതിന്റെ ഇടയിൽ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ഹൗദിന്റെ വെള്ളം ഇങ്ങനെ കോരി ഇങ്ങനെ ധരിപ്പിച്ചു. ഇന്നും മദനി തങ്ങളുടെ മൗലിക ഈ സംഭവം കാണാൻ പറ്റും. നാട്ടുകാർക്ക് ഇതൊന്നും മനസ്സിലായില്ല, എന്താണ് എന്നൊന്നും മനസ്സിലായില്ല. അവർ ചോദിച്ചുമില്ല. അങ്ങനെ കൊല്ലം കഴിഞ്ഞിട്ടാണ് അക്കൊല്ലം ഹജ്ജിന് പോയി വന്ന ആളുകൾ തിരിച്ച് ഹജ്ജ് ചെയ്തിട്ട് നാട്ടിലെത്തിയത്. നാട്ടിലെത്തിയിട്ടാണ് അവർ അത്ഭുതം പറയുന്നത്. നമ്മുടെ ടെന്റിലൊക്കെയും തീ പിടിച്ചോന്നാണ്. വിനയിൽ വെച്ച് തീ പിടിച്ചിട്ടാകുമ്പോ പെട്ടെന്ന് എവിടെയോ നിന്ന് വന്ന ഒരു വെള്ളത്തിന്റെ അംശങ്ങൾ ആ തീ കെടുത്തിയതാണ്. അപ്പോഴാണ് അതിന് ഞങ്ങൾ നാട്ടുകാരോട് പറഞ്ഞത്, നിങ്ങൾ ഹൗദിന് വെള്ളം പാലിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ചോദിച്ചിട്ട് അത് അവിടെ പിടിച്ച വെള്ളം കെടുത്താൻ വേണ്ടിട്ട് വെള്ളം തിരിച്ചതാണ് ഔലിയാക്കൾ. അപ്പൊ ഇങ്ങനെ തിരിച്ചാലുണ്ടാവും. അവർക്ക് അല്ലാഹു തആല കൊടുത്ത ഒരു പ്രത്യേകമായ ഒരു കഴിവാണ് ഔലിയാക്കൾക്ക് ഉണ്ടതാവും, പിന്നെ അമ്പിയാക്കൾക്ക്. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോകുമ്പോ ഖബറിന്റെ ഉള്ളിൽ ഒരാളെ ശക്തമായി ശിക്ഷിക്കുകയാണ്. ഈസാ നബി അലൈഹി സ്വലാം പോയി വല കഴിഞ്ഞിട്ട് അതേ വഴിയിലൂടെ തിരിച്ചു വരുമ്പോ ആ നേരത്തെ ശിക്ഷിക്കപ്പെട്ട ഖബറാളിയുടെ ശിക്ഷ മുഴുവനും ഒഴിവാക്കിയാണ്. അവരിൽ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷത്തിലാണ്. ശിക്ഷ ഒന്നുമില്ല, നല്ല റാഹത്തിലൂടെയാണ് കിടക്കുന്നത്. ഈസാ നബി അലൈഹി സ്വലാമിന്റെ വലിയ അത്ഭുതം. നമ്മളെ പോലെ സംശയം വരുമ്പോ നാട്ടുകാരോട് ചോദിക്കുന്നതല്ല, പ്രവാചകന്മാർ അവർ ഒറ്റപ്പടിയാണ്. യാ ഉടച്ചവരെ, എന്താണ് രാജം? വല്ലാത്ത അത്ഭുതമാണല്ലോ. പോകുന്ന സമയത്ത് ശിക്ഷിക്കപ്പെട്ട മനുഷ്യൻ വരുന്ന സമയത്ത് നല്ല ഹാപ്പിയാണ്. അപ്പോ അല്ലാഹു തആല ഈസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, യാ ഈസാ, ആ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അവരുടെ ഭാര്യ ഗർഭിണിയായിരുന്നു. ആ ഭാര്യ പ്രസവിച്ച് ഒരു നല്ല കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിങ്ങനെ വലുതായി സംസാരിക്കാൻ പക്വതയുള്ള ഒരു സമയമായപ്പോ കുട്ടിയുടെ ഉമ്മ കുട്ടിക്ക് അള്ളാന്റെ പേര് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. കുട്ടിക്ക് അള്ളാ എന്ന പേര് പറയാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്തപ്പോ ആ കുട്ടി ആദ്യമായി കുട്ടിയുടെ ആ ചെറിയ നാവ് കൊണ്ട് അള്ളാ എന്ന് പറഞ്ഞപ്പോ കുട്ടി പറഞ്ഞ അള്ളാന്റെ ബർക്കത്ത് കൊണ്ട് ഖബറിൽ കിടക്കുന്ന ഉപ്പാന്റെ
അദാബ് ഞാൻ ഉയർത്തിയതാണ് ഈസ സയ്യിദുനാ ഈസ അലൈഹിസ്സലാമിനോട് അതൊന്ന് ചിന്തിച്ചു നോക്കൂ. വെറും അല്ലാഹ് എന്ന വാക്ക് പറഞ്ഞത് കൊണ്ട് ആ ഉപ്പാന്റെ അദാബ് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മക്കൾ ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ, നമ്മുടെ മക്കൾ ഫാത്തിഹ ഓതുന്നുണ്ടെങ്കിൽ, നമ്മുടെ മക്കൾ യാസീൻ ഓതുന്നുണ്ടെങ്കിൽ നമുക്കത് ഒരുത്ത് തരാതിരിക്കോ? നമ്മുടെ ഖബറിന്റെ അദാബ് ഉയർത്താതിരിക്കോ? ഒരു ഉറപ്പാണ്. അതുകൊണ്ടാണ് നമ്മുടെ മക്കൾ ഈ രൂപത്തിലുള്ള ആ നന്മകളും നല്ല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് പഠിപ്പിക്കാം, ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ മക്കളെ പഠിപ്പിക്കാം. 10ാം ക്ലാസ് വരെ മിനിമം ആ മക്കളുടെ മദ്രസ വിദ്യാഭ്യാസം നിന്നു പോകാത്ത രൂപത്തിൽ എത്രയും പഠിക്കാം. ഒരാളുടെ 10ാം ക്ലാസ് പഠിച്ചാൽ ഭയങ്കരമായി, 10ാം ക്ലാസ് പഠിച്ചാൽ ഭയങ്കരമായിട്ടില്ല. പഠിക്കാൻ എത്ര മരണം വരെ പഠിച്ചാലും തീരാത്തതാണ് ഇൽമു എന്ന് പറഞ്ഞത്. മരണം വരെ പഠിച്ചെങ്കിലും തീരാത്തതാണ് ഇൽമു എന്ന് പറഞ്ഞത്. ധാരാളം പഠിക്കാനുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ ഇൽമുകളൊക്കെയും നാഫിയായ ഇൽമുകളായി, ഫലമുള്ള ഇൽമുകളായി നീ ആക്കി തരണേ അല്ലാഹ്. അല്ലേ, നമ്മുടെ മക്കളിൽ ധാരാളമായി ഖുർആൻ ഓതുന്നവരാണ്. പടച്ചോനെ, ആ നമ്മുടെ മക്കളുടെ ഖുർആൻ ഓത്തുകൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും നീ സന്തോഷത്തിലും പ്രാഹത്തിലും ആക്കി തരണേ അല്ലാഹ്. മക്കൾക്ക് നല്ല പഠിക്കാനുള്ള ബുദ്ധിശക്തി നൽകണേ അല്ലാഹ്, ഓർമ്മശക്തി നൽകണേ അല്ലാഹ്, തന്റേടമുള്ള മക്കളാക്കണേ അല്ലാഹ്, അതവുള്ള മക്കളാക്കണേ അല്ലാഹ്, നമുക്ക് ഇസ്സത്ത് തരുന്ന മക്കളാക്കണേ അല്ലാഹ്. നിന്റെ ദീനിന്റെ ഹാദിമീങ്ങളായി, ആലിമീങ്ങളായി, ഹാഫിദീങ്ങളായി നമ്മുടെ മക്കളെയും ഞങ്ങളെയും നീ വളർത്തണേ റഹ്മാനേ. എത്രയോ ഉപ്പമാർ മക്കളെ കൊണ്ട് ബേജാറ് പറയുന്നവരുടെ മക്കളുടെ സ്വഭാവം നന്നില്ല, അതവില്ല. മക്കളെ ഉമ്മാനെ വേണ്ടതുപോലെ പരിചരിക്കുന്നില്ല. വളച്ചവനെ, എല്ലാ മക്കൾക്കും നല്ല ബുദ്ധി നീ നൽകണേ അല്ലാഹ്. സ്വാലിഹീങ്ങളായി വളർത്തണേ റഹ്മാനേ. നമ്മുടെ മക്കളിൽ, നമ്മുടെ പേരമക്കളിൽ പലരും മരിച്ചുപോയി അല്ലാഹ്. വളച്ചവനെ, ഞങ്ങൾ എത്രയോ മദ്രസയിൽ പഠിപ്പിച്ച നമ്മുടെ മക്കളിൽ പലരും മരിച്ചുപോയവരാണ്. വളച്ചവനെ, യാ അല്ലാഹ്, എല്ലാ മക്കൾക്കും സ്വർഗത്തിൽ ഉന്നതമായ ദർജ നൽകണേ റഹ്മാനേ. അവരൊക്കെയും ആഖിറത്തിൽ സിറാത്തിലൂടെ നമ്മുടെ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് നയിക്കുന്ന മക്കളാക്കി തരണേ അല്ലാഹ്. വളച്ചവനെ, മക്കളില്ലാത്തതിന്റെ പേരിൽ വേദന അനുഭവിക്കുന്ന ഒരുപാട് ഭാര്യഭർത്താക്കളുണ്ട്. ഖൈറായ മക്കളെ നീ നൽകണേ അല്ലാഹ്. ദുആ വസിയത്ത് ചെയ്ത ഒരുപാട് ഗർഭിണികൾ, പ്രസവം അടുത്തവരുണ്ട്, ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ വേണ്ടി ചെന്നവരുടെ എല്ലാവർക്കും നീ നല്ല റാഹത്തുള്ള സുഖപ്രസവം നൽകണേ അല്ലാഹ്. പ്രസവ സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് നീ സലാമത്ത് നൽകണേ റഹ്മാനേ. യാ അല്ലാഹ്, മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. കഴിഞ്ഞ ദിവസം എത്ര ആളുകളുടെ മരണ വാർത്തയാണ് വളച്ചവനെ ഞങ്ങൾക്ക് പരിചയമുള്ള പലരും മരിച്ചുപോയി അല്ലാഹ്. വളച്ചവനെ, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവർക്കും നീ പൊരുത്തു കൊടുക്കണേ അല്ലാഹ്. എല്ലാവരുടെ ഖബറും നീ സ്വർഗമാക്കണേ അല്ലാഹ്. നിന്റെ പ്രത്യേകമായ റഹ്മത്ത് കൊണ്ട് അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ.